ഇത് തൃശൂരിലെ കയ്പമംഗലത്ത് ശ്രീമതി അനസി ഷാജിയുടെ ഡയറി ഫാം. അത്യുൽപാദന ശേഷിയുള്ള HF, ജേഴ്സി തുടങ്ങി 50ഓളം കറവ പശുക്കൾ ഇവിടെയുണ്ട്. ശാസ്ത്രീയമായ പരിചരണ മുറകളാണ് ഈ ഡയറി ഫാമിന്റെ പ്രത്യേകത. മൃഗസംരക്ഷണ വകുപ്പ്, കൃഷി വകുപ്പ്, ക്ഷീരോത്പാദന വകുപ്പ് ഇവയെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ അനസി ഷാജിയെ സഹായിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്നും കൃഷിക്ക് ആവശ്യമായ സബ്സിഡിയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് ഈ 17ാം ഘട്ടം നടന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പശുക്കളെയും കുട്ടികളെയും ഇവിടുത്തെ കുളമ്പ് രോഗബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് മഴക്കാല പൂർവ്വ പ്രതിരോധ പദ്ധതിയുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെമറാജിക് സെപ്റ്റിസീമിയ അഥവാ കുരലടപ്പൻ എന്നുള്ള രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫാമിലെ കുട്ടികൾക്കെല്ലാം കൃത്യമായിട്ട് വിരയ്ക്ക് മരുന്ന് നൽകുകയും ഒപ്പം തന്നെ വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള വിറ്റമിൻ മിശ്രിതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരുടെ സമയാസമയങ്ങളിലുള്ള സേവനം മൂലം ആരോഗ്യമുള്ള പശുക്കളിൽ നിന്നും ആവശ്യത്തിലേറെ പാൽ ഉൽപാദനം ലഭിക്കുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കുളമ്പ് രോഗം മാറ്റാൻ ഫാമിൽ റബ്ബറൈസ് ഷീറ്റുകളിലാണ് പശുക്കളെ കിടത്താറുള്ളത്. കൃത്യമായ ഇടവേളകളിൽ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പും എടുക്കുന്നു. ഇതിനു പുറമെ വിരശല്യത്തിനായുള്ള മരുന്നും വൈറ്റമിൻ വളർച്ച മിശ്രിതങ്ങളും നൽകാറുണ്ട്. കൃഷി വകുപ്പിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പുൽകൃഷിക്കുള്ള സബ്സിഡിയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ക്ഷീരോത്പാദന വകുപ്പിന്റെയും മികച്ച സേവനങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ദിനചര്യ എന്ന് പറയുന്നത് രാവിലെ 2 മണിക്ക് ഉണർന്ന് പശുക്കളുടെ തൊഴുത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ പശുക്കളെ അന്തസ്സായുള്ളൊരു കുളിയാണ്. കുളിക്ക് ശേഷം ഭക്ഷണം കൊടുക്കും പശുക്കൾക്ക്. ഫീഡ്, തവിട്, പരുത്തിയുടെ തൊണ്ട്, സോയ ഇവ മിക്സ് ആക്കിയിട്ടുള്ളൊരു മിശ്രിതമാണ് ഒരേ 100 ml ലിക്വിഡ്, അതായത് മിനറൽസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ള ഒരു തീറ്റയാണ് പശുക്കൾക്ക് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അളവുകളെല്ലാം ഒരേ നിശ്ചിത റേഷ്യോയിൽ ചേർത്ത് കൂട്ടി കുഴച്ച് മിക്സ് ആക്കിയിട്ടുള്ളൊരു മിശ്രിതമാണ് പശുക്കൾക്ക് നമ്മൾ കാലിത്തീറ്റ എന്ന രൂപത്തിൽ കൊടുക്കുന്നത്. അതിനുശേഷം കറവ തുടങ്ങും. കറവയ്ക്ക് മുൻപാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതിന് ശേഷം കറവ നടത്തും. കറവ കഴിഞ്ഞാൽ അന്തസ്സായിട്ട് അവരെ വിശ്രമിക്കാൻ അനുവദിക്കും. ഒരു നേരം പുല്ല് കൊടുക്കും. പിന്നെ പശുക്കൾക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അന്തസ്സായിട്ട് വിശ്രമിക്കാം. വിശ്രമത്തിന് ശേഷം ഒരു 11 മണിയോട് കൂടിയാണ് 2ാം ഘട്ടം ആരംഭിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ഇതേപോലെ തന്നെ നല്ല കുളിക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം പുല്ല് അല്ലെങ്കിൽ വൈക്കോല്, ഇതാണ് നമ്മുടെ ഒരു ദിവസം പശുക്കളുമായിട്ട് ചെലവഴിക്കുന്നത്. പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള കുത്തിവയ്പ്പുകളും എല്ലാം നമ്മൾ റെഗുലറായിട്ട് ചിട്ടയോടെ ചെയ്യും. പിന്നെ അസുഖം വന്നാൽ ഒരു പരിധിവരെ അതേക്കുറിച്ച് ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിച്ച് മറ്റു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തന്നെ പരമാവധി മെഡിസിനൊക്കെ ചെയ്യും. പിന്നെ ഡോക്ടർമാരുടെ മാർഗ്ഗനിർദ്ദേശം നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരും റിട്ടയർഡ് ആയിട്ടുള്ള ഡോക്ടർമാരും എല്ലാവരുടെ സഹായം നമുക്കതിന് കിട്ടുന്നുണ്ട്. നമ്മളോട് ചേർന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരാണ് നമ്മുടെ
വിജയം. ഈ അങ്ങനെ എല്ലാ തലത്തിലും നമുക്ക് വേണ്ട സഹായം എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. 50ഓളം കറവ പശുക്കളിൽ നിന്നായി നിത്യവും 400 ലിറ്ററോളം പാൽ ലഭിക്കുന്നു. ഇതിൽ ഒരു പശുവിൽ നിന്നുമായി 28ഓളം ലിറ്റർ പാൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ഗുണമേന്മയുള്ള പാലെന്ന് മിൽമ തന്നെ സർട്ടിഫൈ ചെയ്തതിനാൽ ഇതിന് ആവശ്യക്കാരേറെയാണ്. 200 ലിറ്റർ പാൽ മിൽമ തന്നെ നേരിട്ട് വാങ്ങുന്നു. ബാക്കി ചുറ്റുമുള്ള വീടുകളിൽ വിൽപ്പന നടത്തുന്നു. ജില്ലയിലെ ഏറ്റവും നല്ല നിലയ്ക്ക് നടക്കുന്ന ടോപ്പ് 10 സംഘങ്ങളിലൊന്നാണ് പെരിഞ്ഞനം ക്ഷീരോത്പാദക സംഘം. ഇപ്പോൾ ഞങ്ങൾക്ക് 500 ലിറ്റർ പാല് 2 നേരം കൂടി സംഭരിക്കുന്നുണ്ട്. അതിൽ 160 ലിറ്റർ 200 ലിറ്ററോളം പാല് ഈ ഫാമിൽ നിന്നുള്ള പാല് തന്നെയാണ്. ഈ ഫാമിലെ 1 ലിറ്റർ പാലിന് ഇപ്പോൾ ഞങ്ങളുടെ സംഘത്തിൽ നിന്ന് 34 രൂപ 95 പൈസയും 35 ചില്ലാൻ രൂപയും വില കൊടുക്കുന്നുണ്ട്. സാധാരണ ഫാമുകളിൽ നിന്ന് വരുന്ന പാല് ഏറ്റവും മോശം പാലായിട്ടാണ് പല സംഘങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അനസിയുടെ പാലാണ് മിനിഞ്ഞാന്ന് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പാല്. 35 രൂപയുടെ അടുത്ത് വില കിട്ടിയിട്ടുണ്ട് 1 ലിറ്റർ പാലിന് മിൽമയിൽ നിന്ന്. കൂടാതെ കണ്ട് 140 പൈസ അഡീഷണൽ ഇൻസെൻറ്റീവും നമ്മൾ മിൽമയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് സംഘത്തിൻ്റെ ലാഭത്തിൽ നിന്ന്. ഇവരുടെ പാല് ഞങ്ങൾക്കിപ്പോൾ ഒരു അവിഭാജ്യ ഘടകമായിട്ട് വന്നിരിക്കുകയാണ്. സ്കൂളുകളിലേക്ക് പാല് കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ പാലാണ്. പിന്നെ ഇവർ പ്രാരംഭകാലം തൊട്ട് തന്നെ ഇവരുടെ വാപ്പ ഹംസക്ക ഞങ്ങളുടെ പഴയ മെമ്പറാണ്. ഞങ്ങളുടെ സംഘം തുടങ്ങിയ കാലം തൊട്ട് 27 വർഷം മുമ്പ് ഞങ്ങളുടെ സംഘം തുടങ്ങുമ്പോൾ ഹംസക്ക ഞങ്ങളുടെ മെമ്പറാണ്. ആ പാരമ്പര്യമായിട്ടാണ് ഹംസക്കയുടെ മകൻ മെമ്പറായി. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ അനസി ഇതിൽ മെമ്പർഷിപ്പായി. എല്ലാവർക്കും മെമ്പർഷിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ പാൽ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും 60,000 രൂപയോളം ബോണസ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ഈ സാമ്പത്തിക 2013-14 സാമ്പത്തിക വർഷത്തിൽ ബോണസ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ആഗസ്റ്റ് 15 ഞങ്ങളുടെ ബോണസ് ഡേ ആണ്. ആ ബോണസ് ഡേയിൽ ഏറ്റവും കൂടുതൽ പാലുന്നതിന് 500 രൂപയും ബോണസായിട്ട് 60,000 സംതിങ് രൂപയും ഉണ്ടായിരുന്നു ഇവർക്ക്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കൃഷി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, ഇതാണ് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഈ 3 വകുപ്പുകളിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ പരമാവധി ആനുകൂല്യങ്ങൾ ഒരു അർഹതപ്പെട്ടത്, അനർഹമായിട്ടല്ല, അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ സംഘം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആത്മയുടെ പരിപാടിയിൽ കഴിഞ്ഞ വർഷം 40,000 രൂപയുടെ സബ്സിഡി മറ്റേ പുല്ല് വളർത്താനും കോഴി വളർത്താനും ആയിട്ടുള്ള ഒരു പദ്ധതിയിൽ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ പുല്ല് വളർത്തലിന് സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മിൽമയിൽ പാല് തരുന്നതിന് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ ഞങ്ങൾ കുറച്ച് പൈസ, ഞങ്ങളെന്നല്ല മിൽമ കൊടുക്കുന്ന അത് ആനുകൂല്യം ഞങ്ങൾ കറക്റ്റായിട്ട് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കറവയ്ക്കായി അത്യാധുനിക രീതിയിലുള്ള മിൽക്ക് മെഷീനും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഒരു ജീവനക്കാരനും പാർട്ട് ടൈമായി മറ്റു 3 പേരും അനസി ഷാജിയുടെ ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ മികച്ച യുവ കർഷകയ്ക്കുള്ള അവാർഡ് അനസി ഷാജിക്ക് ലഭിച്ചിട്ടുണ്ട്. അനസിയുടെ കാർഷിക ക്ഷീരോത്പാദന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഭർത്താവ് ഷാജിയും ഭർത്തൃ സഹോദരിയും പിതാവ് ഹംസയും ഒപ്പമുണ്ട്. എൻ്റെ ഫാദറിൻ്റെ കാലശേഷം ഞാൻ അതിലേക്ക് ഇറങ്ങി. അത് 3 പശുവിൽ നിന്ന് ആദ്യമേ ഉണ്ടായിരുന്നു. അതിനുശേഷം വേറെ ഒരു ഷെഡ് കെട്ടി 13 പശുവിനെ വളർത്തി. പിന്നെ എൻ്റെ മകൻ ഗൾഫിൽ നിന്നിവിടെ വന്നപ്പോൾ ഇതൊന്ന് ഫാം വലുതാക്കുക എന്നുള്ള നിലയ്ക്ക് ഫാമിനൊന്ന് വലുതാക്കി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 28 കറവ പശുവും 2 എരുമയും അവരുടെ മക്കൾ കിടാങ്ങൾ കടാരികൾ തന്നെ 10 എണ്ണം ഉണ്ട്. എൻ്റെ മകൻ്റെ ഭാര്യ അനസി അവാർഡിന് അർഹനായി. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പിതാവിന്റെ പോത്ത് കൃഷി കണ്ടുകൊണ്ടാണ് അനസി വളർന്നിട്ടുള്ളത്. അതുതന്നെയാകാം ഫാം തുടങ്ങാൻ അനസിയെ കൂടുതൽ പ്രേരിപ്പിച്ചത്. ശ്രീമതി അനസിയുടെ ഒരു ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുന്നത് പുലർച്ചെ 2:30 മണിക്കാണ്. 2:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പശുക്കളെ കുളിപ്പിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ട മേൽനോട്ടം, കറവ, അത് കഴിഞ്ഞതിന് ശേഷം പാല് പാക്ക് ചെയ്തുകൊണ്ട് വിപണനത്തിന് തയ്യാറാക്കുക എന്നിവയെല്ലാം 5 മണിയോട് കൂടിയിട്ടാണ് തീരുന്നത്. അതിനുശേഷം കുടുംബകാര്യങ്ങളിൽ വ്യാപൃതമായും 4ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളെ സ്കൂളിൽ വിടുന്നതിന് വേണ്ടിയിട്ടുള്ള
ബാക്കി ചുമതലകളിൽ മുഴുകുകയാണ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് പൂർണ്ണമായിട്ടും ഈ ഫാം ഹൗസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് വേണ്ട ജോലികളിൽ വ്യാപൃതയാവുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള സമയങ്ങളിൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കും വിശ്രമത്തിനും വേണ്ടി കണ്ടെത്തുകയാണ്. ശ്രീമതി അനസൂയൻ്റെ ഏറ്റവും ഈ ഫാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഏറ്റവും ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സവിശേഷമായിട്ടുള്ള അവർക്ക് സഹായം ലഭിക്കുന്നത് അവരുടെ ഭർത്തൃ സഹോദരിയിൽ നിന്നും ഇവരുടെ മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്നുമാണ്. ഇത്തരത്തിലുള്ള സംഘമായി ചേർന്നിട്ടുള്ള ഒരു വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ഫാം ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പശുക്കൾക്ക് പുറമെ കോഴി, വാത്ത, ഗിനിക്കോഴി തുടങ്ങിയവയും ഈ പറമ്പിൽ സജീവമാണ്. നിത്യവും ധാരാളം നാടൻ കോഴിമുട്ടകളും ഇവിടെ ലഭിക്കുന്നുണ്ട്. പശുപരിപാലനത്തോടൊപ്പം ചെറിയ രീതിയിലുള്ള കോഴി വളർത്തലും നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഇറച്ചിയും മുട്ടയും നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഇവിടെ നിന്നും ഇറച്ചിയുടെയും മുട്ടയുടെയും വിപണനവും നടക്കുന്നുണ്ട്. പശു വളർത്തലിന് പുറമെ മുല്ലകൃഷിയും ഓർക്കിഡ് കൃഷിയും വളരെ മികച്ച രീതിയിൽ ഇവിടെ പരിപാലിച്ചു വരുന്നു. പ്രധാനമായി ഫാമിലെ ചാണകവും ഗോമൂത്രവും തന്നെയാണ് ഈ പുഷ്പകൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഫാമിനോടനുബന്ധിച്ച് വീടിൻ്റെ മുറ്റത്ത് മുല്ല, ഓർക്കിഡ്, മറ്റ് എല്ലാ ചെടികളും ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷത്തിൻ്റെ വരുമാനത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല, അതൊരു വീട്ടുമുറ്റ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ദിവസവും രാവിലെ ഒരു 2 മണിക്ക് എണീക്കുന്നത് ഒരു വല്ലാത്ത വിഷയമാണ്. അത് നമ്മളുടെ പാലിൻ്റെ സ്റ്റോർ അനുസരിച്ച് നമ്മൾ ഇതിൽ കൂടുതൽ ആത്മവിശ്വാസം വരികയും അതിൽ നിന്ന് നമുക്കിതിൻ്റെ ജീവിതമാർഗമാണ് ഇതെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ഇത് വളരെ ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പശുക്കളെയും പശു പരിപാലന രംഗത്ത് വൃത്തി ഒരു വലിയ ഘടകമായി സ്വീകരിച്ചാൽ ഒരു പരിധിവരെ അസുഖങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എന്നും ഓരോ പശുവിൻ്റെ കണ്ണിൽ നോക്കി അവരുടെ തിളക്കം, കണ്ണിൻ്റെ തിളക്കത്തിൽ നിന്നറിയാം ആരോഗ്യമുണ്ടോ ആരോഗ്യക്കുറവുണ്ടോ, അങ്ങനെ നോക്കി ഓരോ പശുവിൻ്റെ അകട്ടിലും കയ്യിലും മേത്തും നമ്മുടെ കൈ ഒന്ന് തടവിയാൽ അവർക്ക് വല്ല രോഗമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അത് നിയന്ത്രിച്ച് നമ്മൾക്കതിനുള്ളൊരു വിൽ പവറോട് കൂടി നമ്മത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് ലാഭകരമായി തന്നെ നമുക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഒരു കൃഷി മറ്റൊരു കൃഷിക്ക് വളമാക്കി മാറ്റിക്കൊണ്ടുള്ള ഈ പാരമ്പര്യ കർഷകരുടെ കൃഷിയും കൃഷിരീതികളും കേരളത്തിലെ യുവ കർഷകർക്ക് മാർഗദീപമാകുമെന്ന് പ്രതീക്ഷിക്കാം. ജോണി തോമസിന്റെ പൂക്കൃഷിയെക്കുറിച്ച്.
ജോണി തോമസിന്റെ പൂക്കൃഷിയെക്കുറിച്ച്. അടുത്ത ചൊവ്വാഴ്ച കൃഷിദർശനിൽ. എനിക്ക് ചെറുപ്പം കാലം മുതലേ പൂക്കളോട് വളരെ സ്നേഹമുള്ള ആളാണ്. ഏതൊരു ഇത് ചെയ്യുമ്പോഴും കിട്ടാത്ത എന്തോ ഒരു അനുഭവം കൃഷിയിലുണ്ട്. അടുത്ത ചൊവ്വാഴ്ച കൃഷിദർശനിൽ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരകൃഷി വികസനത്തിന് കേരഗ്രാമം പദ്ധതി. കിഴങ്ങുവർഗ്ഗവിള കൃഷിക്ക് ധനസഹായം. നഴ്സറി നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. RKVY സഹായത്തോടുകൂടി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ബൃഹത് കേരകൃഷി വികസന പദ്ധതിയായ കേരഗ്രാമം പദ്ധതിക്ക് പ്രവർത്തനാനുമതിയായി. തെങ്ങിന്റെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക, സംയോജിത സസ്യ സംരക്ഷണം, പോഷക പരിപാലനം, ഇടവിള കൃഷി പ്രോത്സാഹനം, ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കൽ, ഉൽപ്പന്ന മൂല്യവർദ്ധനവ്, മികച്ച നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കൽ, തൊഴിലവസരം സൃഷ്ടിക്കൽ തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഓരോ ഘടകത്തിനും വെവ്വേറെ സബ്സിഡി അനുവദിക്കുന്നതാണ്. നടപ്പ് സാമ്പത്തിക വർഷം ഒരു പഞ്ചായത്തിൽ നിന്ന് 500 ഹെക്ടർ എന്ന തോതിൽ ആകെ 67,500 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തുകൾ 135 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കും. നേരത്തെ തന്നെ ജൈവ ജില്ലയായി പ്രഖ്യാപിച്ച കാസർഗോഡിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, മലമ്പുഴ ബ്ലോക്കുകളിൽ 250 ഹെക്ടറിൽ പയർ കൃഷി വ്യാപിപ്പിക്കുന്നു. 25 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വകയിരുത്തിയിട്ടുള്ളത്. ഉഴുന്ന്, പയർ, മുതിര, തുവര, ചെറുപയർ, സോയാബീൻ തുടങ്ങിയ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് ഹെക്ടറിന് 10,000 രൂപയാണ് ധനസഹായം. വെള്ളായണി കാർഷിക കോളേജിലെ സസ്യരോഗശാസ്ത്ര വിഭാഗത്തിൽ വെച്ച് ഒക്ടോബർ 28, 29 തീയതികളിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 0471 238 8042. മറ്റൊരു നമ്പർ 9446 03 3030. സംസ്ഥാനത്ത് കിഴങ്ങുവിളകളുടെ കൃഷി വ്യാപിപ്പിക്കുവാൻ കൃഷിവകുപ്പ് 6 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. വയനാട്, ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മരച്ചീനി, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, ചേമ്പ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യാൻ സഹായം നൽകും. ഏക്കറിന് 800 രൂപയാണ് ധനസഹായം. ആകെ 3000 ഹെക്ടറിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശുദ്ധജല മത്സ്യകൃഷി ഏജൻസിയുടെ നെയ്യാർ ഡാം അക്വേറിയത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നു. നെയ്യാറിൽ ആദ്യമായാണ് ചൈനീസ് മത്സ്യമായ ഫ്ലവർ ഹോണിൻ്റെ പ്രജനനം വിജയിക്കുന്നത്. ഫ്ലവർ ഹോൺ ഉൾപ്പെടെ സ്വർണ്ണ മത്സ്യങ്ങൾ, മോളി ഗപ്പി, പ്ലാറ്റി, സക്കർ, ബ്ലൂമോർഫ് എന്നിങ്ങനെ വിവിധയിനം മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ ആഴ്ച അവസാനത്തോടുകൂടി തയ്യാറാകും. കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9747 977646. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നഴ്സറി നിർമ്മാണത്തിൽ ഈ മാസം 27, 28, 29 തീയതികളിൽ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 8086405476. മറ്റൊരു നമ്പർ 9645420575. വർക്കല ഓടയം ഹാച്ചറിയിൽ
PCR ടെസ്റ്റിലൂടെ ക്രയശേഷി തെളിയിക്കപ്പെട്ട മികച്ച ഇനം കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറാകുന്നു. താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9447900128. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 14,901.25, കോഴിക്കോട് 16,300 രൂപ, തൃശ്ശൂരിൽ 14,701.25, കൊപ്ര കൊച്ചിയിൽ 10,020 രൂപ, കോഴിക്കോട് 10,550 രൂപ, തൃശ്ശൂരിൽ 9,860 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,000 രൂപ, ഗാർബിൾഡ് 70,000 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ സേലത്ത് 6,700 രൂപ, ഈറോഡിൽ 7,000 രൂപ, അടയ്ക്ക പുതിയത് 23,000-നും 24,000-നും മധ്യ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 12,300 രൂപ, 4 ഗ്രേഡ് 12,400 രൂപ, കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 12,200 രൂപ, 4 ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 14,901.25, കൊപ്ര 10,020 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,000 രൂപ, ഗാർബിൾഡ് 70,000 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 23,000-നും 24,000-നും മധ്യ, ജാതിക്ക തൊണ്ടൻ 260-നും 300-നും മധ്യ, തൊണ്ടില്ലാത്തത് 460-നും 500-നും മധ്യ, ജാതിപത്രി 750-നും 800-നും മധ്യ, ഗ്രാമ്പു 975 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,300 രൂപ, 4 ഗ്രേഡ് 12,400 രൂപ, ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 7,800 രൂപ. കമ്പോള അവലോകനം. ദീപാവലി മുഹൂർത്ത വ്യാപാരത്തിൽ കൊച്ചി, തൃശൂർ വിപണികളിൽ വെളിച്ചെണ്ണ ശ്രദ്ധിക്കപ്പെട്ടു. കൊച്ചിയിൽ എണ്ണവില 14,901-ലും തൃശൂരിൽ 14,701-ലും ഇടപാടുകൾ തീർന്നു. ദീപാവലി പ്രമാണിച്ച് നാളെ വിപണി അവധിയാണ്. കുരുമുളക് സംഭരണം താൽക്കാലികമായി നിർത്തി ഉത്തരേന്ത്യക്കാർ രംഗം വിട്ടു. ഇനി ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷമേ പുതിയ ഓർഡർ എത്തും. ആവശ്യം ചുരുങ്ങിയതോടെ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 500 രൂപ കുറഞ്ഞ് 70,000 രൂപയായി മാറി. കൊച്ചി ലേലത്തിൽ മികച്ച ഇനം ഏലയ്ക്ക വില 1,040 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 760 രൂപയിലാണ്. അവധി വ്യാപാരത്തിൽ ഏലക്ക വില ഇന്ന് 2% വർദ്ധിച്ചു. റബ്ബർ അവധി വിലകൾ ഉയർന്നെങ്കിലും നിരക്ക് ഉയർത്തി ഷീറ്റെടുക്കാൻ ടയർ കമ്പനികൾ മടിച്ചു. കോട്ടയത്ത് 4 ഗ്രേഡ് 12,500 രൂപ രേഖപ്പെടുത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.4, 24.1. കൊച്ചി 31.2, 24.8. ആലപ്പുഴ 31, 24.4. പുനലൂർ 32.5, 22.2. തിരുവനന്തപുരം കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.